ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ എല്ലാവരും ആഘോഷങ്ങളിലും പെരുന്നാളും സെലിബ്രേഷനും ഒക്കെ ആയിരിക്കും അല്ലേ, തിരക്കുകളായിരിക്കും. റീഡിങ്സ് ഇപ്പോൾ എന്തായാലും സാല ഞാൻ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും. സോ അതിൽ നമുക്ക് ആദ്യം എന്താണെന്നുള്ളത് നോക്കാം. ആൻഡ് അതിന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്ത് സ്റ്റെപ്സാണ് നിങ്ങൾ എടുക്കേണ്ടത്, അതിനൊന്ന് മറികടക്കാൻ അതിനൊരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സിനോട് ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡിയാസ് കാണിച്ചു തരും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ഗൈഡൻസ് ആയിരിക്കാം. നമുക്ക് നോക്കാം എന്താ യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്ന്. Hermit reverse, 9 of Wands, 10 of Wands reverse, 10 of Swords reverse, and 2 of Pentacles upright. 10 of Pentacles reverse. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ലോസ് വന്നായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ഫാമിലിയിൽ ഇഷ്യൂസ് എനിക്ക് കാണുന്നുണ്ട്. ഫാമിലിയിൽ പരസ്പരം നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, പരസ്പരം ഒരു ഒത്തൊരുമില്ലാത്ത ഒരു രീതിയിൽ അങ്ങനെയാണ് കാണുന്നത്. ആൻഡ് ഇവിടെ ഒരു കുറച്ച് പേർക്ക് ഇവിടെ ഫാമിലി പ്രോബ്ലംസിൽ ആരെങ്കിലും ഒരാൾ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ഒക്കെ കാണുന്നുണ്ട്. ഒരാൾ വിട്ടുപോയി എന്ന രീതി കാണുന്നുണ്ട്. അത് ഫൈനാൻഷ്യൽ ലോസ് ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരു പേഴ്സൺ വിട്ടുപോയ കാര്യമായിരിക്കാം. ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ മാരീഡ് ആവണം നിർബന്ധമില്ല. ഫാമിലിയിൽ ആരും ആവാം, എന്തുമാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്സിൻ്റെ കാര്യവും ആവാം. അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ, കരിയറിൻ്റെ എന്തും ആവാം. ഇവിടെ ഒരു നഷ്ടം നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ലോസ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു റിഗ്രറ്റിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയോ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാതെയായി എന്ന രീതിക്കൊരു വിഷമം നിങ്ങൾക്ക് നല്ലോണം വിഷമമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ സാഡ് ഒരു എനർജിയാണ്, ഡിപ്രസ്ഡ് എനർജിയാണ്. 5 of Cups നമുക്ക് പോരാത്തിന് പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് ആ നഷ്ടത്തിനെ കുറിച്ച് ഓർത്തിരിക്കുന്നുണ്ട് നിങ്ങൾ. ഇവിടെ ഒന്ന് നിങ്ങൾ തനിച്ചായ പോലെയും തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾക്ക് എനിവേ അവിടെ ഹെർമിറ്റ് റിവേഴ്സ് ഉണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനത്തെ നിങ്ങൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് തനിച്ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങൾ കുറേ ഉള്ളുവലിഞ്ഞ് കാണും. ആരോടും അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, ആരോടും ഒന്നും സംസാരിക്കാതെ. മേ ബി ചിലപ്പോൾ നല്ല ഫ്രണ്ട് ആയിരിക്കാൻ വിട്ടുപോയത് കേട്ടോ. അങ്ങനെയും പറയാം. ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അങ്ങനെയും ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കുമല്ലോ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്നതിൻ്റെ ജോലി നഷ്ടപ്പെട്ട് കാണാം. സോ ഫൈനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും ലോസ് ഫേസ് ചെയ്ത് കാണാം. ഡൈവേഴ്സ് കാര്യങ്ങൾ വരെ ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഡൈവേഴ്സ് ആയിരിക്കാം. എനിത്തിങ് ഫാമിലിയിൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ ആവുക, എന്തും ആവാം. സോ ഇവിടെ നിങ്ങൾ വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ നിന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങൂ എന്നാണ്. ഇനി നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിൽ ഇരുന്നതിൽ നിന്ന് നിങ്ങൾ ഈ വിഷമിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ നഷ്ടപ്പെട്ടതിൽ നമ്മൾ പാസ്റ്റിലാണ് ജീവിക്കുന്നത് എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. യൂണിവേഴ്സ് പറയുന്നത് കം ഔട്ട് ഓഫ് ഇറ്റ്. ആ പാസ്റ്റ് നിന്ന് പുറത്തു വരൂ. നിങ്ങൾ കുറേ ഐ തിങ്ക് തനിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെട്ടിരിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിനി പുറത്തു വരാൻ തുടങ്ങൂ എന്ന രീതിയിലാണ്. ഒരുപാട് കൂടുതലാവുന്നു നിങ്ങൾ, ഓവറായിട്ട് നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് നിങ്ങൾ തനിച്ചിരുന്ന് കൂടുതൽ ഓവർ തിങ്കിങ്ങിലേക്ക് പോവാണ്. അത് നല്ലതിനാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ബട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇരുന്ന് അങ്ങനെ നെഗറ്റീവായിട്ട് പോവാണ്. ആരോടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ പലരിൽ നിന്നും മാറി നിന്നിട്ടും നിങ്ങൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതിൽ നിന്ന് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇനി അതിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങണം എന്നാണ് മെയിൻ എനർജി വരുന്നത്. ഈ പാസ്റ്റിലിരുന്നാൽ മതി, നിങ്ങൾ അവശമത്തിലിരുന്നത് മതി, ഇനി പുറത്തേക്ക് വരാൻ തുടങ്ങൂ എന്നാണ് പറയുന്നത്. സ്റ്റോപ്പ് തിങ്കിങ്. നിങ്ങൾ കുറേ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാസ്റ്റിനെ വിട്ട് കളയാൻ പറ്റുന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അതിനെ ഇനി ആക്ഷനിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് 9 of Wands നിങ്ങൾ ബ്ലോക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തന്നെ സ്വയം ഒരു ബൗണ്ടറി വെച്ച് എല്ലാവരോടും ഒരു ബൗണ്ടറി വെക്കുന്നുണ്ടാവും. നിങ്ങൾ ആരോടും അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ ഗ്രോത്തിന് ശരിക്കും നിങ്ങൾ സ്വയം തടയുന്ന പോലെയാണ്. നിങ്ങളൊരു ഗ്രോത്ത് വരുന്നില്ല നിങ്ങളൊരു ഇനി നെക്സ്റ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾ ടയേർഡായി. ബിക്കോസ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് പ്രശ്നങ്ങളാണ്, എപ്പോഴും എൻ്റെ ലൈഫിൽ ഇഷ്യൂസ് ആണ് എന്ന രീതിക്ക് ചിന്തിക്കുകയാണ്. നെഗറ്റീവ് തിങ്കിങ് ആണ് മെയിൻലി ഇവിടെ. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ അത് നിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന പോലെയാണ് കാണുന്നത്. അഗൈൻ യൂണിവേഴ്സ് പറയുന്നത് ഇനി അങ്ങനെ മടിച്ച് നിൽക്കരുത് എന്നാണ്. അതിൻ്റെ ഇവിടെ ഭാരങ്ങളുടെ കാര്യം 10 of Wands നമ്മൾ ഭാരങ്ങൾ എന്ന് പറയും. 9 കഴിഞ്ഞാൽ 10 ആണ് അല്ലേ. ഒരുപാട് ഭാരമായിട്ട് മാറുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഈ പാസ്റ്റ് തന്നെ ആയിരിക്കാം, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളായിരിക്കാം, ചില ചിന്തകളായിരിക്കാം, ചില ജോലികൾ, വർക്ക്, എല്ലാത്തിലും ആവാം, എന്തിലും ആവാം.
നിങ്ങളൊരല്പം ഭാരങ്ങൾ നിങ്ങളുടെ മേലെയുള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഏറ്റെടുത്ത് കാണും നിങ്ങൾ കാര്യങ്ങൾ. അതിൻ്റെ ചുമതലകൾ നിങ്ങൾക്ക് ഒരുപാട് ഭാരമായിട്ട് മാറുന്നുണ്ടാവും. യൂണിവേഴ്സ് പറയുന്നത് ഇനി അതിന് താഴെയിടാൻ സമയമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഈവൻ നിങ്ങൾ സ്വയം അവനവനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒന്നും ആയില്ല എന്നുള്ളൊരു ചിന്തയില്ലേ, അത് തന്നെ ഒരു ഭാരമാണ് ശരിക്കും. നിങ്ങൾ അതായത് അവനവനിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റേഷൻ വളരെയധികം വെക്കുകയാണ്. അതായത് ഞാൻ എന്തൊക്കെയോ ചെയ്യണമായിരുന്നു പക്ഷേ ഞാൻ ചെയ്തില്ല എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതും ഒരു ഭാരമായിട്ട് തന്നെയാണ് നിങ്ങളുടെ മേലെ മാറിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനെ താഴെ ഇടാൻ സമയമായി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ അവനവനിൽ നിന്ന് ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ താഴെയിടാൻ സമയമായി എന്ന് മാത്രമല്ല, ഇപ്പം നിങ്ങൾ വേറെയും ചുമതലകൾ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിന് താഴെയിടാൻ സമയമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവനവൻ്റെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവനവനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടാവും. ലോസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനവനെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഭാരമായിട്ട് കിടക്കുന്നത്. അത് നിങ്ങളുടെ തെറ്റല്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ തെറ്റല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും എന്തെങ്കിലും കുറച്ച് തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ തന്നെ വേറെയും ആരെങ്കിലും അതിൽ ഇൻവോൾവ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ സിറ്റുവേഷൻ അതിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. എല്ലാം നിങ്ങളാണ് എന്ന രീതിക്ക് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളോട് പറയുന്ന ആ ഒരു സ്ട്രെസ്സ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ട് കളയൂ എന്നാണ്. എൻ്റെ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം ഒരു വേദന കിട്ടിയിട്ടുണ്ട് പാസ്റ്റിൽ. ആ വേദനയിൽ നിന്ന് നിങ്ങളോട് ഇനി പുറത്തു വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അഗെയിൻ സെയിം തിങ് ആണ് പറയുന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിൽ നിന്ന് പുറത്ത് വരാനുണ്ട്, പാസ്റ്റിൽ നിന്ന് പുറത്ത് വരിക എന്നാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. പാസ്റ്റിലെ പെയിൻ, പാസ്റ്റിലെ ലോസ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വിട്ട് കളയാനുള്ള സമയമായി, അല്ലെങ്കിൽ പുറത്ത് വരാനുള്ള സമയമായി. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ദ പോസിറ്റീവ്നെസ് എന്നാണ്. സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് പോസിറ്റീവ് തിങ്സ്. നിങ്ങളുടെ മുമ്പിൽ വഴികൾ ഓപ്പൺ ആവുന്നുണ്ട്. ആക്ച്വലി നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജഗിൾ ചെയ്യുന്നുണ്ടാവും, അതുണ്ട്. ബട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പാസ്റ്റിലെ സംഭവങ്ങൾ എൻ്റെ ഇവിടെ നോക്കൂ, സ്റ്റാറാണ്. ഫൈനലി സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ പ്രതീക്ഷയാണ്, ഹോപ്പാണ്. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഹോപ്പ് കഴിഞ്ഞിട്ടില്ല, അവസാനിച്ചിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. ഇതൊരു അവസാനിക്കുന്ന കാർഡാണ്. നമ്മൾ എൻഡിങ് എന്ന രീതിക്ക് എടുക്കും. പക്ഷേ എൻഡിങ്ങിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ വഴികൾ വരും, നിങ്ങളുടെ മുമ്പിൽ വഴികളുണ്ട്, അതിനെ എടുക്കാൻ തുടങ്ങൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എപ്പോഴും എൻഡിങ്ങിന് ശേഷം ന്യൂ ബിഗിനിങ് ഉണ്ടാവും. നമ്മുടെ ശ്വാസം നിൽക്കുന്നവരെ എന്ന് പറഞ്ഞ പോലെ. അതും ഞാൻ തമാശയായിട്ട് പറയില്ല, കാര്യത്തിൽ തന്നെയാണ്. ശരിക്കും നമുക്ക് ജീവൻ ഉള്ളത് വരെ നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ എടുക്കുന്നതാണ് കാര്യം. നമ്മൾ അതിനെ ഗിവപ്പ് ചെയ്യാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കലാണ് വേണ്ടത്. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങൾ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്ക് ചെയ്യാൻ, അതിനൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടാവും. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷ കൈവിടരുത് എന്നാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊണ്ടുവരാം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹീലിംഗ്, ആക്ച്വലി ഹീലിംഗിൻ്റെ എനർജി കൂടിയാണ്. ഇവിടെ നിങ്ങൾ വളരെയധികം വിഷമത്തിലിരുന്നുണ്ട്, ഡിപ്രഷൻ, ആ ഒരു സാഡ്നെസ്സിൻ്റെ കാണുന്നുണ്ട്. അതിലൊക്കെ ഒരു ഹീലിംഗ് വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് തീർച്ചയായിട്ടും വരും. നിങ്ങളോട് പറയുന്നത് ജസ്റ്റ് ഇപ്പോൾ ഗിവപ്പ് ചെയ്യാനുള്ള സമയമല്ല. കീപ് ട്രൈങ്, കീപ് ഗോയിങ് എന്നാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, വിഷമങ്ങളുണ്ടാവും. ബട്ട് അതിൽ നിന്നൊക്കെ നിങ്ങളെ തന്നെ നിങ്ങൾ പുഷ് ചെയ്ത് പുറത്ത് കൊണ്ടുവരിക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് മെയിൻ ഒരു അഡ്വൈസ് വരുന്നത്. Hierophant, again heartbreak, Queen of Wands reverse. ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് മുഴുവൻ പോയി. നിങ്ങളുടെ ഫുൾ കോൺഫിഡൻസ് പോയിട്ട് നിൽക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് ഇതിവിടെ ഹൈറോഫന്റ് എന്ന് പറയുമ്പോൾ എവിടെയോ നിങ്ങൾ ആ ഒരു ട്രഡീഷൻസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന, നിങ്ങൾ ആ ഒരു ചില ചിന്താഗതികൾ നിങ്ങൾക്ക് മാറ്റാനുണ്ട് ഇവിടെ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ചിന്താഗതികൾ മാറ്റുക. അതായത് നമ്മൾ ഇങ്ങനെ ചെയ്യണം, ഇതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഇതാണ് ശരി എന്ന രീതിയിലുള്ള ചില ചിന്തകൾ നിങ്ങൾക്ക് മാറ്റാനുണ്ട് മെയിനായിട്ട്. മറ്റുള്ളവർ എക്സ്പെക്റ്റേഷൻസ് അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് പുറത്ത് വരാം. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ കണ്ടും കേട്ടും വളർന്ന ചില കാര്യങ്ങൾ, അതാണ് ഇവിടെ നമ്മുടെ മനസ്സിൽ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതൊക്കെയാണ്. ഇവിടെ അത് മാറ്റിയെടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ട്രഡീഷൻസ് വേണം, സ്ട്രക്ചർ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മൾ പറയില്ലേ ഫോളോ ചെയ്ത് വരുന്ന ചില കാര്യങ്ങൾ അതൊക്കെ വേണം, ശരി തന്നെയാണ്. പക്ഷെ അതെന്ന് വെച്ചാൽ അത് നിങ്ങളെ ഒരു നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ മക്കളാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് തെറ്റ് വീട്ടിൽ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്ന രീതിക്ക് പറയും. അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ നമ്മൾ അതിന് ഓരോരുത്തരെയും ഓരോ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ചിലതൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വരാൻ തുടങ്ങുക. ബിക്കോസ് അത് ചിലതിൽ നിന്ന് അത് നിങ്ങൾക്ക് ഭാരമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നമ്മൾ പറയില്ലേ, ഞാൻ ഇന്ന കാര്യമാണ് പഠിച്ചത്, അപ്പോൾ ഞാൻ ആ തരത്തിലുള്ള ജോലി തന്നെ ഞാൻ ചെയ്യണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ, അങ്ങനെ പലതും. സോ നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ മാറ്റാനുണ്ട്. ഐ തിങ്ക് എന്തൊക്കെയോ നിങ്ങൾ
ഇവിടെ നിങ്ങൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് മുഴുവൻ പോയി, സത്യം പറഞ്ഞാൽ അതാണ്. ഓക്കെ, നിങ്ങൾക്ക് വിശ്വാസങ്ങൾ പോയി, യൂണിവേഴ്സിലുള്ള വിശ്വാസം പോയി, നിങ്ങൾ കോൺഫിഡൻസ് പോയിട്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ഫുൾ ഒരു എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കെല്ലാം ചെയ്തെടുക്കും, ഞാൻ എങ്ങനെ ചെയ്തെടുക്കും, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് വരുന്നത് എന്ന രീതിക്ക് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. സെൽഫ് എസ്റ്റീം, ലോ സെൽഫ് എസ്റ്റീം, യെസ്, അത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഒന്നുമല്ല എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ വരാൻ തുടങ്ങി. ഞാൻ എന്തും തെറ്റാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്താലെല്ലാം തെറ്റാവുന്നു, അല്ലെങ്കിൽ മിസ്റ്റേക്സ് ആവുന്നു എന്ന രീതിക്കൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അവനവൻ്റെ കഴിവ് നിങ്ങൾ തിരിച്ചറിയുന്നില്ല ഇപ്പോൾ. ഓക്കെ, ആ ഒരു സ്റ്റേജാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. യൂണിവേഴ്സ് പറയുന്നത് തിരിച്ചറിയാൻ തുടങ്ങൂ എന്നാണ്. ഓക്കെ, സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ദ പോസിറ്റീവ് സൈഡ്. ഓക്കെ, ആൻഡ് ഇവിടെ ജസ്റ്റിസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം ന്യായമായതെല്ലാം കിട്ടും, നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. ബട്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മേ ബി നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആവാനുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം ഇത്. ഹൈറോഫൻ്റ് നമ്മൾ സ്പിരിച്വാലിറ്റി പറയാറുണ്ട്, കുറച്ചുകൂടി പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ആരുടെയും അഡ്വൈസ് എടുക്കുക. ഓക്കെ, അതും ആവാം. ഓക്കെ, ആരോടെങ്കിലും ഒന്ന് കൗൺസിലിംഗ് ചെയ്യുക, അഡ്വൈസ് എടുക്കുക, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത് ചെയ്ത് നിങ്ങളോട് മുന്നോട്ട് പുറത്ത് വരാനാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യൂ. ഫസ്റ്റ് നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ അവനവനെ കോൺഫിഡൻ്റ് ആക്കാൻ തുടങ്ങും. ആൻഡ് ഇവിടെ ജസ്റ്റിസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യായമായത് കിട്ടും, ഡോണ്ട് വറി. ഓക്കെ, പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ആ ഒരു നഷ്ടപ്പെട്ട നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും നിങ്ങൾ തിരിച്ചു കൊണ്ടുവരേണ്ട സമയമാണ്. പാസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, അത് നമ്മുടെ കയ്യിലില്ല, നമുക്ക് അതിനെ തിരിച്ചു പോയി നമുക്ക് തിരുത്താനും പറ്റില്ല. ഓക്കെ, പക്ഷേ ഇനി മുന്നോട്ട് എന്ത് വേണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, നിങ്ങൾ തന്നെ ശ്രമിക്കുക അതിന്. കംപ്ലീഷൻ, യെസ്, എൻഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞു. 10 of Swords എൻഡിങ്, അതേ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫർഗിവ്നെസ്, വെരി ഗുഡ്. ബിറ്റർ സ്വീറ്റ്, വർക്കഹോളിക്, ഓക്കെ, ഭാരങ്ങൾ അല്ലേ, ക്രിയേഷൻ. ഓക്കെ, വിസ്ഡം. നിങ്ങളോട് പറയുന്നത് വിസ്ഡം, ആക്ച്വലി ഹൈറോഫൻ്റെ കാർഡ് വിസ്ഡം കൂടിയാണ്. ഫെയ്ത്തും ഉണ്ട്. യെസ്, ഇത് രണ്ടും പറയുന്ന ഹൈറോഫൻ കാർഡുമായിട്ട് മാച്ച് ഉണ്ട്. ഇവിടെ പറയുന്നത് നിങ്ങളോട് വിശ്വാസങ്ങൾ വെക്കുക, യൂണിവേഴ്സിൽ വിശ്വാസം വെക്കുക, ട്രസ്റ്റ് വെക്കുക, ദൈവമെല്ലാം നല്ലതേ ചെയ്യുള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ വിശ്വാസം വെക്കാം. ആൻഡ് ഇവിടെ വിസ്ഡം, യെസ്, നിങ്ങൾ പഠിക്കാൻ കൂടിയാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക, കൂടുതൽ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ ശ്രമിക്കുക, ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അഡ്വൈസസ് എടുക്കുക, അറിവുള്ളവരെ വ്യക്തികളിൽ നിന്ന് അഡ്വൈസ് എടുക്കുക. ഓക്കെ, അഗൈൻ പഠിക്കുന്ന കാര്യമുണ്ട്. ഓക്കെ, കംപ്ലീഷൻ, യെസ്, നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ എൻഡായി പോയിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ തളർത്തി കളഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെ കളഞ്ഞു അത്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എൻഡിങ്സ് എപ്പോഴും ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരും എന്നാണ് പറയാം. ഓക്കെ, ഇപ്പം നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം, നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക, ഫർഗിവ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയാലും ശരി, സാഹചര്യമായാലും ശരി, അല്ലെങ്കിൽ ഒരു വ്യക്തിയായാലും ശരി, നിങ്ങൾ മാപ്പ് കൊടുത്ത് അതിനെ റിലീസ് ചെയ്ത് കളയുക. സംഭവിച്ചു ഒരിക്കലും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക. ഓക്കെ, അവനവനെയും മാപ്പ് കൊടുക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നിങ്ങൾ കരുതുന്നത് ഞാൻ എന്തോ തെറ്റാണ്, ഞാൻ തെറ്റ് ചെയ്തു എന്ന രീതിക്ക് നമ്മൾ ചിന്തിച്ചു കൂട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവനവനെ മാപ്പ് കൊടുക്കുക. ഓക്കെ, അവനവനോട് ക്ഷമ ചോദിക്കുക, അവനവനെ മാപ്പ് കൊടുക്കാം. വേറെ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കണമെങ്കിൽ അവരെ മാപ്പ് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ബിറ്റർ സ്വീറ്റ്, യെസ്, നിങ്ങൾക്ക് വിന്നിങ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നുണ്ട് എന്നാണ്. ആക്ച്വലി ബിറ്റർ സ്വീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വിഷമവും സന്തോഷവും രണ്ടും കലർന്ന ഒരു വിജയം എന്ന് പറയില്ലേ, ആ രീതിക്ക് നിങ്ങൾക്ക് വരും, സന്തോഷങ്ങൾ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ചിലത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു സങ്കടം ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് സന്തോഷവും വേറെ വരും എന്നാണ് പറയുന്നത്. വർക്കഹോളിക്, യെസ്, നിങ്ങൾ ഒരുപാട് ഓവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. 10 of Wands സാധാ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് വർക്ക് ഭാരങ്ങൾ, അതിപ്പോൾ എന്തും ആവാം, ജോലി തന്നെ ആവണം നിർബന്ധമില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മേലെ എടുത്ത് ഭാരമായിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആയി പോവാതിരിക്കുക. ഓക്കെ, അല്പം റിലാക്സും ചെയ്യുക, കുറച്ചൊക്കെ ഭാരങ്ങൾ ഒരുപാട് നിങ്ങളുടെ മേലെ എടുക്കരുത് എന്നാണ്. ആൻഡ് ക്രിയേഷൻ, യെസ്, നിങ്ങൾക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും പലതും. ഓക്കെ, ആ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യൂ. ആക്ച്വലി ക്വീൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ക്വീൻ ഓഫ് വാൻസ് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്, കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, കഴിവുള്ള വ്യക്തിയാണ്, വളരെ കഴിവുകളുള്ള വ്യക്തികളാണ് നമ്മൾ പറയുക. ബട്ട് ഇപ്പോൾ തിരിഞ്ഞാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാം പോയി, കോൺഫിഡൻസ് പോയി അല്ലേ, നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റി പോയി, നിങ്ങൾക്കൊന്നും ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് പറയുന്നത് യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾ വീണ്ടും ഒന്ന് അവനവനെ പോസിറ്റീവാക്കി കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് ആക്കാൻ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ, തെറ്റെല്ലാം നമ്മുടെ തെറ്റാണ് എന്നൊക്കെ ചിന്തിക്കാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആരോടും ഒന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ലൈഫിൽ സംഭവിച്ചു, പക്ഷെ അതിൽ അങ്ങനെ കിടന്നു പോകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാതെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നിങ്ങൾ എടുക്കാനും അത് ചെയ്യാനും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ധൈര്യം, അതിന് യൂണിവേഴ്സിനെ നല്ലോണം ദൈവത്തിനെ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. ഓക്കെ, അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. എൻ്റെ എനിവേ പ്രാർത്ഥിക്കുക, നല്ലോണം പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഹാപ്പി ആയിട്ടിരിക്കാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.